നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാൻ ആക്രമിച്ച് തകർത്തിരിക്കുകയാണ് ഇസ്രയേൽ. ഓരോ യുദ്ധത്തിനു ശേഷവും കൂടുതൽ കരുത്തോടെ എതിരാളിയെ ലക്ഷ്യസ്ഥാനങ്ങൾ തകർക്കുന്നതിൽ വിജയിക്കുന്നു ഇസ്രയേൽ എന്ന രാജ്യം. ഇറാൻ്റെ ആണവ പ്ലാന്റുകളാണ് തങ്ങൾ ലക്ഷ്യമിട്ടത് എന്ന് ഇസ്രയേൽ പറയുന്നു. ഇറാന്റെ വിവിധ പ്രദേശങ്ങളിലെ ആണവ പ്ലാന്റുകൾ ഉൾപ്പെടെ ഡസൻ കണക്കിന് സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇസ്രയേൽ ആക്രമണം നടത്തി. ഇസ്രയേൽ തങ്ങളുടെ എയർഫോഴ്സ് വിമാനങ്ങൾ ഉപയോഗിച്ചായിരുന്നു അതിശക്തമായ ആക്രമണങ്ങൾ നടത്തിയത്. ഇറാനെതിരെ ഇസ്രയേൽ നടത്തിയ ആക്രമണം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. അതിശക്തമായ ആക്രമണം ഇസ്രയേൽ തലസ്ഥാനം ടെഹ്റാൻ നിന്നു വിറയ്ക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ആണ് ഇറാനെതിരെ ഇസ്രയേൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. കാലങ്ങളായി ഇസ്രയേലിനെ തകർക്കുകയായിരുന്നു ഇറാന്റെ ലക്ഷ്യം. അതിനുവേണ്ടി അവർ ആണവ പോർമുനകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ വരും തലമുറയ്ക്കും ഇവിടെ കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും ശക്തമായ ആക്രമണത്തിൽ എതിരാളിയെ പൂർണ്ണമായും നിലം പരിശാക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. അടുത്ത കാലത്ത് ഇറാൻ കൂടുതൽ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നു. നിരവധി ആണവ പ്ലാന്റുകൾ നിർമ്മിക്കാൻ അവർ പദ്ധതിയിട്ടു. ഇക്കാര്യങ്ങൾ ഞങ്ങളുടെ ഇന്റലിജൻസ് വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഭാഗമായി നിരവധി ആണവ പ്ലാന്റുകളും അവർ ഇതിനകം നിർമ്മിച്ചു കഴിഞ്ഞു. ഇറാനെതിരെയുള്ള ഇസ്രയേൽ ആക്രമണം ഒട്ടൊന്നും അപ്രതീക്ഷിതമായിരുന്നില്ല. വളരെ പ്രിസിസീവ് ആക്രമണമാണ് തങ്ങൾ നടത്തിയത് എന്ന് ഇസ്രയേൽ പറയുന്നു. ആണവായുധ നിർമ്മാണത്തിൽ നിന്ന് ഇറാനെ പൂർണ്ണമായി തടഞ്ഞു നിർത്തണം. അതാണ് ഞങ്ങളുടെ ആക്രമണ ലക്ഷ്യം. ഇതല്ലാതെ മറ്റൊരു മാർഗവും ഇസ്രായേലിന് മുന്നിലില്ല. ഞങ്ങളുടെ വരും തലമുറയ്ക്ക് ഈ മണ്ണിൽ ജീവിക്കണമെങ്കിൽ ഇറാൻ എന്ന ശത്രുവിന്റെ തലപിളർക്കണമെന്ന് കൃത്യമായി ഇസ്രയേൽ മനസ്സിലാക്കിയിരിക്കുന്നു. ലോകത്തിനും ഇസ്രയേലിനും ഭീഷണിയായേക്കാവുന്ന ആണവ നിർമ്മാണ പദ്ധതികളിൽ നിന്ന് ഇറാനെ പിന്തിരിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഓപ്പറേഷൻ പ്രതിരോധത്തിനാണ് എന്ന് ഇസ്രയേൽ വിശദീകരിക്കുന്നു. IDF വലിയ തയ്യാറെടുപ്പുകളാണ് നടത്തിയിരിക്കുന്നത്. ഇറാനെതിരായ ഓപ്പറേഷൻ ദിവസങ്ങളോളം തുടരുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി പറയുന്നത്. മറ്റു ശത്രുക്കൾക്ക് നേരെ ഞങ്ങൾ 10 ദിവസങ്ങൾ കൊണ്ട് നടത്തുന്ന ആക്രമണം ഇറാന് നേർക്ക് വെറും അരമണിക്കൂർ കൊണ്ട് നടത്തുമെന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വാക്കുകൾ നടുക്കത്തോടെയാണ് ലോകം കേട്ടത്. നിമിഷങ്ങൾക്ക് മുൻപ് ഇസ്രായേൽ നിലനിൽപ്പിനായുള്ള ഇറാനിയൻ ഭീഷണി തടയുന്നതിനായി ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന സൈനിക നടപടി ആരംഭിച്ചു. ഇറാന്റെ ആണവ പദ്ധതിയുടെ പ്രധാന ഭാഗങ്ങളാണ് ഞങ്ങൾ ആക്രമിച്ചത്. ഇറാനിലെ നദാൻസിലെ പ്രധാന യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രത്തെ ഞങ്ങൾ ലക്ഷ്യമിട്ടു. ഇറാനിലെ ആണവ ശാസ്ത്രജ്ഞരെ ഞങ്ങൾ ലക്ഷ്യമിട്ടു. ഇറാനിലെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയുടെ ഹൃദയഭാഗവും ഞങ്ങൾ ആക്രമണം നടത്തി. ഇസ്രയേൽ മാത്രമല്ല ഇവിടെ പ്രതിരോധിക്കുന്നത്. ഞങ്ങൾ പ്രതിരോധിക്കുമ്പോൾ അത് ലോകത്തിനു വേണ്ടി കൂടിയാണ്. ഞങ്ങൾ ഞങ്ങളുടെ അയൽക്കാരായ അറബ് രാജ്യങ്ങളെ പ്രതിരോധിക്കുന്നു. ഇറാനിലെ അരാജകത്വത്തിന്റെയും കൂട്ടക്കൊലയുടെയും പ്രവർത്തനങ്ങളിൽ നിന്നും അവരും കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നുണ്ട്. ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ഇറാൻ ഏൽപ്പിച്ചത് കനത്ത പ്രഹരം തന്നെ. ഇസ്രയേൽ ആക്രമണത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ് മേധാവി കൊല്ലപ്പെട്ടു. ഇറാന്റെ 2 പ്രമുഖ ആണവ ശാസ്ത്രജ്ഞർ കൊല്ലപ്പെട്ടു. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ ഇന്നലെ തീമഴ പെയ്യിച്ചുകൊണ്ടാണ് ഇസ്രയേൽ നടത്തിയ രൂക്ഷമായ ആക്രമണം. ഡ്രോണുകളും യുദ്ധവിമാനങ്ങളും ഉപയോഗിച്ചുള്ള ഇസ്രയേൽ ആക്രമണം ഇറാന് വലിയ പ്രഹരം ഏൽപ്പിച്ചു. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കമാൻഡർ ഇൻ ചീഫ് ഹുസൈൻ സലാമി കൊല്ലപ്പെട്ടു. ആക്രമണത്തിൽ ഇറാനിയൻ സൈന്യത്തിന്റെ ഡെപ്യൂട്ടി കമാൻഡർ ജനറൽ കോലം അലി റാഷിദ്, ഇറാന്റെ 2 ആണവ പ്രമുഖ ശാസ്ത്രജ്ഞരായ ഫെറേദൂൺ അബ്ബാബി, മുഹമ്മദ് മഹ്ദി എന്നിവരൊക്കെ കൊല്ലപ്പെട്ടു. ഇറാൻ തലസ്ഥാനത്തെ റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾക്ക് നേരെയും ഇസ്രയേൽ ആക്രമണം നടത്തിയെന്നാണ് ഇറാൻ ആരോപിക്കുന്നത്. നിരവധി സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെട്ടു. ടെഹ്റാനിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ വൻ സ്ഫോടനങ്ങൾ കേട്ടുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. നേരത്തെ തന്നെ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുമെന്ന സൂചനകൾ അമേരിക്ക പുറത്തുവിട്ടിരുന്നു. ഒറ്റ ആക്രമണത്തിൽ ഞങ്ങൾ ഈ ഓപ്പറേഷൻ അവസാനിപ്പിക്കില്ല. ശക്തമായ ആക്രമണങ്ങളിലൂടെ ശത്രുവിനെ നിലംപരിശാക്കുമെന്നാണ് ഇസ്രായേൽ പ്രഖ്യാപനം. ഇതിനിടയിൽ ടെഹ്റാനിലേക്കുള്ള വിമാനങ്ങളൊക്കെ നിർത്തിവെച്ചു. ടെഹ്റാനിലെ പ്രധാനപ്പെട്ട എയർപോർട്ട് അടച്ചിട്ടിരിക്കുന്നു. മേഖലയിൽ ഒരു വലിയ സംഘർഷമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണിപ്പോൾ ഇസ്രായേൽ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാന്റെ നെഞ്ചു പിളർത്തിയിരിക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെ ഇറാനിൽ വലിയ സ്ഫോടനങ്ങൾ കേട്ടുവെന്ന് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ടുകൾ നൽകിയിരിക്കുന്നു.
ആക്രമണത്തിന് പിന്നാലെ ഇസ്രയേൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഓപ്പറേഷൻ റൈസിംഗ് ലയണിന് പകരമായി ഇറാന്റെ പ്രത്യാക്രമണം ഉണ്ടായേക്കുമെന്ന സൂചനകൾ ശക്തമാണ്. എന്നാൽ ഞങ്ങൾ നടത്തിയ ആക്രമണം ഇറാനിലെ ജനതയ്ക്ക് നേരെയല്ല, ഇറാനിലെ ഏകാധിപത്യ സർക്കാരിനെതിരെയാണ് എന്ന് നെതന്യാഹു വിശദീകരിച്ചു. ടെഹ്റാൻ ആക്രമണത്തിന് പിന്നാലെ ഇറാഖ് തങ്ങളുടെ വ്യോമപാത പൂർണ്ണമായി അടച്ചു. ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രങ്ങളൊക്കെ തച്ചു തകർക്കപ്പെട്ടുവെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. ഇറാന്റെ വടക്കു പടിഞ്ഞാറൻ മേഖലയിലെ 3 സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് വലിയ ആക്രമണങ്ങൾ നടന്നുവെന്ന് ഇപ്പോൾ ഇറാൻ സ്റ്റേറ്റ് മീഡിയ വ്യക്തമാക്കി. ഓപ്പറേഷൻ റൈസിംഗ് ലയണിന്റെ ഭാഗമായി തുടർച്ചയായ 5 ആക്രമണങ്ങളാണ് ഇസ്രയേൽ തൊടുത്തത്. ഇറാനെതിരെയുള്ള ഇസ്രയേലിന്റെ അപ്രതീക്ഷിത ആക്രമണം വൻ വിജയമായിരുന്നുവെന്ന് ഇസ്രയേൽ അവകാശപ്പെടുന്നു. നമ്മൾ നേട്ടങ്ങൾ കൊയ്തെടുക്കുകയാണ്. പക്ഷേ എനിക്കറിയാം, നിങ്ങൾക്കുമറിയാം, ഇത് എളുപ്പമുള്ള യുദ്ധങ്ങളിലൊന്നല്ല. എന്നാൽ ഈ യുദ്ധവും വിജയിക്കേണ്ടത് നമ്മുടെ വരും തലമുറയ്ക്ക് അനിവാര്യമാണ്. ഇതുവരെ നമ്മൾ പരിചയിച്ചിട്ടുള്ളതിനേക്കാൾ വളരെ കൂടുതൽ കാലം ഇനി ഷെൽട്ടറുകളിൽ ചെലവഴിക്കേണ്ടി വരുമെന്നും ഇസ്രയേൽ ജനതയെ പ്രധാനമന്ത്രി ഓർമ്മപ്പെടുത്തി. ഇസ്രയേൽ ആക്രമണത്തിൽ ഇറാൻ സൈനിക മേധാവി മുഹമ്മദ് ബഗേരി കൊല്ലപ്പെട്ടു എന്ന ഔദ്യോഗിക സ്ഥിരീകരണം. ആക്രമണങ്ങൾക്ക് ഇസ്രയേൽ കൈപ്പേറിയതും വേദനാജനകവുമായ വിധി നേരിടേണ്ടി വരുമെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഓർമ്മപ്പെടുത്തി. രാജ്യത്തിന് നേരെ നടത്തിയ ആക്രമണങ്ങൾക്ക് കഠിനമായ ശിക്ഷ അവരെ കാത്തിരിക്കുന്നു. ആണവ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങളിൽ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടുവെന്ന് ഇറാൻ പരമോന്നത നേതാവ് പറഞ്ഞു. നമ്മുടെ പ്രിയപ്പെട്ട രാജ്യത്ത് ഒരു കുറ്റകൃത്യത്തിന് ഇസ്രയേൽ അവരുടെ ദുഷ്ടതയും രക്തക്കറിയും പുരണ്ട കൈ തുറന്നു. റെസിഡൻഷ്യൽ കേന്ദ്രങ്ങൾ ആക്രമിച്ചുകൊണ്ട് അവരുടെ ദുഷ്ട സ്വഭാവം മുൻപത്തേക്കാൾ കൂടുതൽ വെളിപ്പെടുത്തി. ഈ കുറ്റകൃത്യത്തിലൂടെ സൈനിസ്റ്റ് ഭരണകൂടം കൈപ്പേറിയതും വേദനാജനകവുമായ ഒരു വിധിയിലേക്ക് സ്വയം സജ്ജരായിരിക്കുന്നു. ഏതെങ്കിലും തലത്തിലുള്ള തിരിച്ചടികൾക്ക് ഇറാൻ വലിയ വില നൽകേണ്ടി വരുമെന്ന് ഇസ്രായേൽ പറഞ്ഞു. ഞങ്ങൾ നിലനിൽപ്പിനു വേണ്ടിയുള്ള അവസാന യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. ഇത് ഇറാന്റെ സർവ്വനാശത്തിൽ ചെന്ന് അവസാനിക്കുമെന്ന സൂചനകളാണ് പൊതുവെ പാശ്ചാത്യ മാധ്യമങ്ങൾ നൽകുന്നത്. ഇറാനിൽ ഇസ്രയേൽ ഇത്ര ശക്തമായ ആക്രമണം നടത്തിയത് അവരുടെ ബ്രേക്ക് ത്രൂ ഇന്റലിജൻസിന്റെ വിജയമാണ് എന്ന് ഇസ്രയേൽ മാധ്യമങ്ങൾ. ഇറാന്റെ ഏറ്റവും സുരക്ഷിത ഇടങ്ങളിലിരുന്ന് രാജ്യത്തിന്റെ മിലിറ്ററി വിഭാഗങ്ങളിലൊന്നായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിനെ നയിച്ചിരുന്നതിന്റെ തലവനെ പോലും വധിച്ചുകൊണ്ടാണ് ഇസ്രയേലിന്റെ അതിശക്തമായ ആക്രമണം. സാധാരണഗതിയിൽ ഇറാൻ തങ്ങളുടെ ആണവശാസ്ത്രജ്ഞർക്ക് കനത്ത സുരക്ഷയാണ് നൽകുന്നത്. ആ സുരക്ഷാ ക്രമീകരണങ്ങളെയൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് ഇസ്രയേൽ ആക്രമണത്തിൽ ആണവശാസ്ത്രജ്ഞരെ ഉൾപ്പെടെ കൊലപ്പെടുത്തിയത്. ശക്തമായ ഇന്റലിജൻസ് സംവിധാനങ്ങൾ തന്നെയാണ് തങ്ങൾക്കുള്ളത് എന്നൊരിക്കൽ കൂടി ഇസ്രയേൽ ലോകത്തിന് കാട്ടിക്കൊടുക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.